ഇട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ ശരിക്കും കല്യാണി പെട്ടു. കല്യാണി ഫേമസ് യൂട്യൂബറാണ്. അവർ ഷോർട്സാണ് അധികം ഇടുക. അതിന് തന്നെ മില്യൺസ് ഓഫ് വ്യൂ ഉണ്ടാവാറുണ്ട്. ചെറിയ ചെറിയ അവരുടെ ഡെയിലി റുട്ടീൻ, പിന്നെ അവരുടെ പ്രൊമോഷനാണ് മെയിൻ. അവർ ഡ്രസ്സിൻ്റെ പ്രൊമോഷനും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പ്രൊമോഷനുമാണ്. അവരുടെ ഹസ്ബൻഡ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അയാളുടെ റെപ്യൂട്ടേഷൻ അനുസരിച്ചായിരിക്കണം ഒരു ഭാര്യയുടെ ചാനൽ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. എന്തായാലും കല്യാണി കണ്ണടച്ച് അന്ധമായിട്ട്, അതായത് യൂട്യൂബ് അവർക്ക് റീസണബിൾ ആയിട്ട് നല്ലൊരു ഇൻകം അവർക്ക് വരുന്നുണ്ട്. പ്ലസ് അത്യാഗ്രഹം കൊണ്ട് അവർ സകലമാന പ്രൊമോഷൻസും ചെയ്യും. അതിൽ എസ്പെഷ്യലി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പ്രൊമോഷൻ പല രീതിയിൽ പല ഐറ്റാണ്. അപ്പോൾ പല കെമിക്കലാണ്. ഈ സാധനം നമ്മളെ കാണിക്കാനെങ്കിലും അത് കഴിഞ്ഞ് അവർ നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക. പക്ഷേ ഈ വക കണ്ടകടച്ചാതികളൊക്കെ ഈ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ച് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ ഇവരിങ്ങനെ മിനിറ്റിന് ഇതിങ്ങനെ മാറി മാറി പുരട്ടുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു സൗന്ദര്യവർദ്ധക പ്രൊമോഷൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. എവിടെങ്കിലും ഓടിപ്പിടിച്ച് പോകുമ്പോൾ എനിക്ക് മേക്കപ്പ് ഇടാൻ സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് മേക്കപ്പ് ഇടുന്നത് എങ്ങനെയാണ്, അപ്പുക്കുട്ടിനെ കുളിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ബാഗ് തപ്പിക്കഴിഞ്ഞപ്പോൾ NYBയുടെ സ്ട്രോ ക്രീമും 5-in-1 ലിപ്സ്റ്റിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മുഖം നല്ല പളപളാന്ന് തിളങ്ങുന്ന ഞാൻ കാണിച്ചു തരാം. വെറും 15 സെക്കൻഡ് മതി നമുക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പുക്കുട്ടിനോട് നോക്കിക്കോളാൻ പറഞ്ഞ് ടൈമറൊക്കെ ഓണാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ സ്ട്രോ ക്രീം നന്നായിട്ട് ഫേസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. സ്ട്രോ ക്രീമും ലിപ്സ്റ്റിക്കും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സ്ട്രോ ക്രീം അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേനും മുഖം നന്നായിട്ട് തിളങ്ങാൻ തുടങ്ങും കേട്ടോ. പ്രത്യേകിച്ച് വെയിലടിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. പിന്നെ ഞാൻ 5-in-1 ലിപ്സ്റ്റിക് ആട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്കിത് ബ്ലഷ് ആയിട്ടും ഐഷാഡോ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. കറക്റ്റ് 15 സെക്കൻഡ് കൊണ്ട് തന്നെ ഞാൻ റെഡി ആയിട്ട് കഴിഞ്ഞു. അപ്പൊ ഇതാണ് എന്റെ അടിപൊളിയായിട്ടുള്ള മേക്കപ്പ് ലുക്ക് കേട്ടോ. അങ്ങനെ വെയിൽ മുഖത്തോട്ട് അടിക്കുമ്പോൾ ഈ ഒരു ഗ്ലോ കണ്ടോ. ഇത് ഒരുപാട് പേരോട് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണെന്ന്. അപ്പൊ ഇതിങ്ങനെയാണ് മക്കളെ ഞാൻ ഗ്ലോ ആയിട്ടിരിക്കുന്നത്. അപ്പൊ പ്രോഡക്റ്റ് ഒക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്തോളൂ. ഇതിൽ അവർ ആ തമ്പനയിലിൻ്റെ ഹെഡിങ് നിങ്ങളൊന്ന് നോക്കണം. അതായത് ധൈര്യമായിട്ട് ഉപയോഗിച്ചോ എന്നുള്ള മട്ടിലും മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ഉപയോഗിച്ചോ ഞാനാണ് ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്കിൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഒരാളുടെ വേറെ. ആ സ്കിൻ ടൈപ്പിനനുസരിച്ച് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മൾ പ്രയോഗിക്കുക. അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കണ്ടതൊക്കെ നമ്മളിങ്ങനെ അപ്പപ്പോഴത്തെ ആ ഒരു ഇതിന് വേണ്ടി വലിച്ചു വാരി ഇടുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഇവർ പ്രൊമോഷൻ ചെയ്യണത് ഇവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അത്രയും ആരാധകരുണ്ട്. അപ്പോൾ കല്യാണി ചേച്ചി ചെയ്തതല്ലേ അപ്പോൾ നമ്മൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഈ ചെറിയ പെൺകുട്ടികൾ, ടീനേജ് പെൺകുട്ടികൾ മുതൽ ഏകദേശം ഒരു 60യുടെ ഉള്ളിലുള്ള സ്ത്രീകൾ വരെ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ സ്കിന്നിന് ഇത് ബാധിക്കുമോ, ഇതിങ്ങനെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ ഇതിൽ അലർജി ഉണ്ടോ, ഇതൊന്നും അറിയാതെ നമ്മൾ അപ്പോഴത്തെ താൽക്കാലിക ലാഭത്തിന് കിട്ടുന്ന 10, 20, 30, 30,000 ഒക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഈ പ്രോഡക്റ്റ് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് വിടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും ഇങ്ങനെ ഈ കല്യാണിയും ഇതിങ്ങനെ തേച്ച് കൊടുക്കും. അപ്പോഴത്തെയാണ് കേട്ടോ. പിന്നെ അവർ ക്ലീൻ ചെയ്തവർ നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് സ്കിന്നിന് ഏതെങ്കിലുമൊക്കെ ഒരു പണി കിട്ടും. അതായത് മറ്റുള്ളവർക്ക് 10 കുഴി കുഴിച്ചാൽ 11ാമത്തെ കുഴി നമുക്ക് എന്നാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ അന്ധമായിട്ട് നമ്മൾ ഇങ്ങനെ വിശ്വസിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഇൻഫ്ലുവൻസർ ആകുമ്പോൾ ഇവർ ഇത്രയും മില്യൺസ് ഓഫ് വ്യൂ ഉള്ള ആളാവുമ്പോൾ ഇത്രയും ആളുകൾ ഇത് കാണുമ്പോൾ നമ്മുടെ കല്യാണി തേക്കുന്നതല്ലേ. അവർക്ക് അങ്ങനെ അവരോടുള്ള ആ ഒരു ഫ്രണ്ട്ലി, അല്ലെങ്കിൽ കല്യാണി ചേച്ചി അല്ലെങ്കിൽ കല്യാണി അവർ ഉപയോഗിക്കണതല്ലേ, അപ്പോൾ അവരുപയോഗിച്ച് ഓക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മളുടെ ആ ഒരു എത്തിക്സിന് എതിരാണ്. അവരൊരു ചാനൽ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡ് പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മിതത്വം ഒരു ശ്രദ്ധ ഒക്കെ ആവശ്യമാണ്. ഒരു സൗന്ദര്യവർദ്ധക വസ്തു ഒരു ബന്ധമില്ലാതെ അവർ 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ആ സാധനം അവരുടെ വീട്ടിലിപ്പോൾ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കും പഴയ ക്രീമുകൾ. ഇതൊന്നും ഇവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ അപ്പോൾ ഈ കെമിക്കലൊക്കെ മാറി തേക്കുമ്പോഴേക്ക് എല്ലാ ബ്രാൻഡും ഇങ്ങനെ ചെയ്ത് വരികയല്ലേ. അപ്പോൾ അവരുടെ മുഖത്ത് ഒരു നല്ല പാട്, ആ പാടുണ്ടായപ്പോൾ അത് കഴിഞ്ഞുള്ള അവരുടെ വീഡിയോസിൽ അവരുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഡള്ളാണ്. കാരണം അവർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യവും താങ്ങാനുള്ളൊരു കരുത്ത് അവർക്കില്ല. ഇപ്പോൾ പാടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സാമ്പത്തികമായിട്ട് നല്ല പിൻബലമുള്ളതുകൊണ്ട് അവർ സാധാരണ ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ പോയി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു, അല്ലെങ്കിൽ ജനറലായിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ, അതൊന്നുമല്ല. അവർ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി സ്കിന്നിൻ്റെ മാത്രമായിട്ടുള്ളൊരു ക്ലിനിക്കിൽ ചെന്ന്, പ്രൈവറ്റ് ക്ലിനിക്കാണ്, അവിടെ ചെന്ന് ഡോക്ടറെ കാണാണ്. അപ്പോൾ ഡോക്ടർ അവരുടെ ഹെഡ് ഒരു ലേഡിയാണ്. അങ്ങനെ ഇവർ ചികിത്സ തുടങ്ങുന്നു. പറയത്തക്ക യാതൊരു ഫലവുമില്ല. പ്രത്യേകിച്ച് ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഫേസിൽ ആ പാട് കൂടിയിട്ടുണ്ടാവും. എന്തായാലും ഈ ചികിത്സ, പിന്നെ ഈ സെൻറ്ററിനെ പറ്റിയിട്ട് അന്വേഷിച്ചപ്പോൾ അവർ ഞെട്ടിക്കുന്ന കുറച്ച് സത്യം മനസ്സിലാക്കുക. അതായത് ഇതൊക്കെ വെറും BDS ഒക്കെ കഴിഞ്ഞ
ആളുകൾ ഒരു 3 മാസത്തെ ഡെർമറ്റോളജി സ്പെഷ്യൽ കോഴ്സ് എടുത്തിട്ട് ഇതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം BDS എന്ന് പറയുമ്പോൾ നിറയെ ഉണ്ടല്ലോ, ചറ BDSകാരാണല്ലോ. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യാലിറ്റി ഡെർമറ്റോളജി എന്നൊക്കെ പറയുമ്പോൾ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ ഒരു ചെറിയ പാടുണ്ടായ അയ്യോ എന്ന് പറയുന്ന ഒരു ഹയർ ലെവൽ ലേഡീസിനെ ശരിക്കും കോൺസെൻട്രേറ്റീവ് സെലിബ്രിറ്റീസ്, സിനിമാ നടികൾ, ഇവരൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇവരുടെ മുഴുവൻ ആവശ്യം എന്താണ്? കച്ചവടം, പക്ക ബിസിനസ്സാണ്. അപ്പോൾ തൻ്റെ മുമ്പിൽ വരുന്ന കസ്റ്റമറെ അയ്യോ ഇത് സ്കിന്നിൻ്റെ അത് കാരണം, ഇത് ഇങ്ങനെയായിരിക്കും, ഇത് പാരമ്പര്യ ഘടകമാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ പാനിക്കാക്കിയിട്ട് മാക്സിമം ടെസ്റ്റുകൾ ചെയ്യുക, പൈസ, അതായത് ഹോസ്പിറ്റലിന് മാക്സിമം പൈസ ഈടാക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇവർ പകുതി വെച്ചിട്ട് അവർക്ക് ആ ക്ലിനിക്കിനോട് ചില സംശയങ്ങൾ തോന്നിയപ്പോൾ അവർ ബില്ല് ചോദിക്കുന്നുണ്ട്. ആ ബില്ല് പകുതിയാക്കിയിട്ടാണ് ആ ക്ലിനിക്ക് പറയുന്നത്. എന്തായാലും കല്യാണി ഇത് ഒരു ഷോർട്ടിലൂടെ നമ്മളോട് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷെ സീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പപ്പണിക്ക് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയും ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷേ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും, എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷേ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ മക്കളെ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റോ ബൈ, സീ യു. ഇപ്പൊ ശരിക്കും അവർക്ക് കൊണ്ടു, അതായത് അവരുടെ ആ ഒരു ടേൺ വന്നപ്പോൾ, അതായത് താൻ ചതിക്കപ്പെട്ടു, അല്ലെങ്കിൽ തനിക്ക് ബില്ല് പകുതിയെ തരുന്നുള്ളൂ, അതുകൊണ്ട് എഫക്റ്റ് ഇല്ല, ഇങ്ങനെയുള്ള വ്യാജ ഡോക്ടർ എന്നല്ല, BDS ഒക്കെ കഴിഞ്ഞിട്ട് താൽക്കാലികം 2-3 മാസത്തെ ഓൺലൈൻ ഡെർമറ്റോളജിക്കൽ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇതൊരു ബിസിനസ് ആക്കിയിട്ട് ഡെർമറ്റോളജി, അതിന് സ്പെഷ്യലൈസ്ഡ് സെൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ കമിഴ്ന്ന് വീണുന്ന ഈ ഹൈ സൊസൈറ്റി ലേഡികളുടെ കൂട്ടത്തിലാണ് കല്യാണിക്ക് പൈസ ഉണ്ട്, എന്നാൽ പിന്നെ സ്പെഷ്യാലിറ്റിയിൽ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ചികിത്സിക്കുക. ചെറിയൊരു പാടാണ് ഫേസിൽ, അത് കാണത്തക്ക രീതിയിലൊന്നും നമുക്ക് കണ്ടിട്ടില്ല. പക്ഷേ അത് അവർ മേക്കപ്പ് ഇട്ട് മറക്കിയായിരുന്നിട്ടായിരിക്കും. എന്തായാലും അവരെ അത് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടാണ് അവരിതിൻ്റെ സ്പെഷ്യലൈസ്ഡ് സെൻറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ അന്ധമായിട്ട് ഇത് ഉപയോഗിച്ചോ എന്നൊക്കെ പറഞ്ഞ് യാതൊരു വക അടിസ്ഥാനവും ഇല്ലാതെ ഒരു കൂട്ടം മനുഷ്യരെ, തൻ്റെ ചാനലിൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള അത്രയും അത്ര വിശ്വസ്തമായിട്ട് കരുതണ ഒരു കൂട്ടം സബ്സ്ക്രൈബേഴ്സിനെ വഞ്ചിക്കുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സ്വയം വഞ്ചിക്കപ്പെടുമ്പോൾ അവർക്ക് ശരിക്കും മനസ്സിലായി ഇത് പണിയായി എന്ന്. ഇത്രയുള്ള കാര്യം. അതായത് ഇങ്ങനെ അന്ധമായിട്ട് അവർക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ചാനലിൻ്റെ വ്യൂസ് അനുസരിച്ച് തന്നെ അവർക്ക് നല്ലൊരു ഏണിങ്സ് മന്ത്ലി വരുന്നുണ്ടാവും, ഈവൻ ലാക്സ്. അതൊന്നും പോരാതെ ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് ഓരോരുത്തർ കൊണ്ടു വരുമ്പോൾ ഇത് കെമിക്കലാണോ, ഇതിന് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ, ഇത് മറ്റുള്ളവരുടെ സ്കിന്നിനെ എങ്ങനെ ബാധിക്കും, ഇതൊന്നും ഒരു ചെയ്യേണ്ട. എന്താ പിന്നെ വല്ലവരെല്ലാം ഉപയോഗിക്കണം, നമ്മളെ ബാധിക്കില്ല, നമ്മുടെ ഭർത്താവ്, കുട്ടികൾ, നമ്മുടെ കുടുംബം, അതൊക്കെ സേഫാണ്, അവരെന്തിപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട. അല്ല ഈ സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക, വെട്ടുകിളികളെ പോലെ തങ്ങളുടെ പിന്നാലെ ഇങ്ങനെ വരുന്ന ഒരു കൂട്ടായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ല, അവർക്ക് ഇത്തിരി എന്തെങ്കിലും മെനകേടുണ്ടായില്ലേ. എനിക്കിപ്പോൾ എന്താ ഇത് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ജാഫറും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഒരുപാട് പ്രൊമോഷൻസ് അവർ ചെയ്തു, അതിനവർക്ക് പണി കിട്ടി ചെയ്തു. അതുപോലെ തന്നെയാണ് കല്യാണിയെ സംബന്ധിച്ചിടത്തോളവും. കല്യാണി ഒന്നും അറിയാതെ ഡ്രസ്സിൻ്റെ പ്രൊമോഷനും ഉണ്ട്, അത് പ്ലസ് അവർ ഈ സൗന്ദര്യവർദ്ധക അവരുടെ നാത്തുവിൻ്റെ മുഖത്തും അവരുടെ അമ്മായിമ്മയുടെ മുഖത്തൊക്കെ ഇട്ട്
കാണിച്ച് കൂടുതൽ വിശ്വസ്തത മറ്റുള്ളവർ കാണിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് വാങ്ങി എത്ര പ്രോഡക്റ്റ് എങ്ങനെ വാങ്ങുമ്പോൾ അത് ഹൈ സെയിലാവുമ്പോൾ അവർക്ക് അതിൻ്റെ കമ്മീഷൻ കൂടും. അപ്പോൾ നമ്മൾ ഈ പ്രൊമോഷൻ ഇരിക്കുമ്പോൾ ആ സാധനം നമ്മൾ മിനിമം ഒരു 1-2 മാസം നമ്മൾ ഉപയോഗിച്ചിട്ട് മാത്രം അത് പ്രൊമോട്ട് ചെയ്യുമെന്ന് ആ കമ്പനിയോട് കർട്ടൻ റൈസ് ആയിട്ട് പറയാൻ ഇവരെ പോലെയുള്ള ഒരു സോഷ്യലി ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു ലേഡിക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്. അപ്പുറത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തോട്ടെ, അവരുടെ മുഖം വികൃതമായിക്കോട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അത് തിരിച്ചടിക്കണമുണ്ടോ. ഇതാണ് കർമ്മ എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. എന്തായാലും കല്യാണി ഇതിൽ നിന്നും ശരിക്കും ഉൾക്കൊള്ളേണ്ട ഒരു പാടുണ്ട്. ഒന്നാമത് അവരുടെ ഭർത്താവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ നിയമപരമായിട്ടുള്ള ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് തൻ്റെ ചാനലും, അയാളുടെ ഭാര്യയാണല്ലോ കല്യാണി, അപ്പോൾ അതിലും ആ ഒരു അച്ചടക്കം, മിതത്വം, ആ ഒരു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിലുള്ള സത്യസന്ധത, നമ്മുടെ എത്തിക്സ്, ഇതൊക്കെ ഉൾപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതാ ഇങ്ങനെ പണി കിട്ടും. ശരിക്കും പറഞ്ഞാൽ അവരുടെ ബില്ല് എത്രമാത്രമായിരിക്കും നമുക്ക് ഊഹിക്കാം. ഇതിൻ്റെയൊക്കെ സ്പെഷ്യലൈസ്ഡ് സെൻറ്റർ എന്ന് പറയുമ്പോൾ പക്ക കച്ചവടമാണ്. അതിൽ വേറെ ഒരു ദയും വിചാരിക്കേണ്ട. നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് മാറും, ഈ പാട് മാറും എന്നുള്ള ആ പരാക്രമത്തിൽ അവർ ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് തന്നെ പോകുമ്പോൾ അപ്പുറത്ത് ഒരുപാട് ചതിക്കുഴികളുണ്ടെന്ന് അവരും ചിന്തിക്കണം. നമ്മൾ 10 പേരെ ചതിക്കുമ്പോൾ 11ാമത്തെ ഒരാൾ നമുക്ക് ഇട്ടുപണി തരും എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം, ഇത് നമ്മൾക്ക് വീടിനായിട്ട് ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാം, ഒന്നുമില്ല. അതൊക്കെ ഇരട്ടിയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒഴുകിപ്പോവും. ഇതൊക്കെയാണ് ഇത് നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന പാഠം എന്ന് പറയുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.